നമസ്കാരം സുഹൃത്തുക്കളെ. ഇസ്ലാമിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ജിം ഓപ്പൺ ആവാൻ പോവാണ്. ഏകദേശം പണികളൊക്കെ കഴിയാനായി. അപ്പം കുറെ പേര് എവിടെയാണ് ലൊക്കേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലൊക്കേഷൻ വരുന്നത് പാലക്കാട് ജില്ലയില് പുതുനഗരം എന്ന് പറയുന്ന സ്ഥലത്താണ്. പുതുനഗരം കേൾക്കുമ്പോൾ തന്നെ പുതുനഗരം പ്രദേശത്തുള്ള ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചിന്തിക്കുന്നുണ്ടാവും, എത്രയും ജിമ്മുള്ള സ്ഥലത്ത് ഇനിയും ഒരു ജിമ്മോ? അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് പുതിയൊരു ജിമ്മല്ല, പഴയ ജിം തന്നെയാണ്. 15 വർഷമായിട്ട് കൂട്ടാതെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ജിമ്മാണ്. അഹമ്മദ് സെട്ടു ബായി തുടങ്ങി വെച്ച ജിം ASP ജിമ്മാണ്. അപ്പൊ അത് 15 വർഷമായിട്ടും അപ്ഡേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോ ഇപ്പോഴാണ് ചെറുതായിട്ട് ഒരു അപ്ഡേഷൻ കൊണ്ടുവരുന്നത്. ഇതിൽ സ്റ്റുഡന്റ് ആയിട്ട് വന്ന് ബോഡി ബിൽഡിങ് എന്തെന്ന് പോലും അറിയാത്ത ആൾക്കാർ വന്ന് പഠിച്ച്. ഇത് പാലക്കാട് ജില്ലയിലെ പുതുനഗരം എന്ന് പറഞ്ഞ സ്ഥലത്ത് കഴിഞ്ഞ 15 വർഷമായിട്ട് ഒരു ജിമ്മ് ഒരു മുസ്ലിം ദീനി യുവാവ് നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ 2026 ആയപ്പോഴാണ് അതങ്ങനെ ഒരു സാധാരണ ജിമ്മ് പോലെയല്ല നടത്തേണ്ടത്, ഇനി കുറച്ച് ഇസ്ലാമിക അന്തരീക്ഷത്തിൽ ഹലാൽ ജിമ്മാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഒന്ന് അവൻ്റെ തന്നെ ഭാഷയെ പറഞ്ഞാൽ അവൻ അപ്ഗ്രേഡ് ചെയ്തു എന്നാണ് പറയുന്നത്. ഈ വീഡിയോ കുറച്ചുകൊണ്ട് ഞാനത് മുഴുവൻ കാണിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ 2026 ഇത് വലിയ രീതിയിൽ വിവാദമായി. ദേശീയ തലത്തിൽ തന്നെ ഇത് വാർത്തയായി. കേരളത്തിൽ ഇതാ ഇസ്ലാമിക് ജിം വന്നു എന്ന തരത്തിൽ, സൗദി അറേബ്യയിൽ പോലും ഇല്ലാത്ത തരത്തിൽ ഇവിടെ ചില നിബന്ധനകളൊക്കെ വെച്ചുകൊണ്ട് ആണ് ഇവൻ ഈ ജിം നടത്താൻ പോകുന്നത്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമൊക്കെ ജിമ്മിൽ പ്രവേശനമുണ്ട്. പക്ഷേ രണ്ടുപേരെയും ഒരു സമയത്തല്ല, രണ്ടുപേർക്കും 2 സമയത്തായിരിക്കും. സ്ത്രീകൾ ഏത് മതത്തിലുള്ളവർക്കും വരാം, പക്ഷേ ഹിജാബ് ഉറപ്പായിട്ടും ധരിച്ചിരിക്കണം. അതുപോലെ തന്നെ ജിമ്മിൽ മ്യൂസിക് പാടില്ല, മ്യൂസിക് ഇല്ലാത്ത ജിമ്മോ എന്നൊക്കെ ഒരു പക്ഷേ ഇത് കേൾക്കുന്നവർ വിചാരിക്കും. പക്ഷേ ഇവൻ ഈ പറയുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു അവരുടെ പ്രാർത്ഥനയോ മ്യൂസിക്കോ എന്തോ കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ദീനി യുവാവ് ഇങ്ങനൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. അതിവിടെ ഒരുമാതിരിപ്പെട്ട എല്ലാ മാപ്രകളടക്കമുള്ള മാധ്യമങ്ങൾ അത് വാർത്തയാക്കി. അവിടെ നിന്നത് ദേശീയ തലത്തിൽ തന്നെ അവിടുത്തെ ചാനലുകളുമൊക്കെ ഇത് വാർത്തയാക്കി. ഇവിടുന്ന് ഈ 2026 നിന്ന് ഒരു 8 വർഷം പുറകോട്ട് പോകുമ്പോൾ മറ്റൊരു വാർത്ത കൂടെ ഉണ്ടായിരുന്നു. അത് ഞാൻ തന്നെ മുൻപ് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വീഡിയോ ചെയ്തിട്ടുള്ള വാർത്തയാണ്. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചത്, ഇപ്പോൾ തന്നെ ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും വിചാരിക്കുന്നുണ്ടാവും, ഈ വാർത്ത 1-2 ദിവസമായല്ലോ വന്നിട്ട്, എന്തുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ന്യൂസ് എടുക്കുന്നതെന്ന്. സത്യത്തിൽ ഞാൻ ഈ വാർത്ത ഇവൻ സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ അറിഞ്ഞതാണ്. ഞാനിത് എടുക്കുന്നില്ലെന്ന് എന്ന് വെച്ച് ഒഴിവാക്കി വിട്ടതാണ്. കാരണം ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിൽ ഇങ്ങനെ ചില സംഗതികൾ നടക്കുന്നുണ്ടോ എന്നതിൻ്റെ വാർത്ത ഞാൻ പലതവണയായിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എനിക്കത് വീണ്ടും ആവർത്തിക്കുന്നതിനകത്ത് ഒരു എനിക്കൊരു താല്പര്യം തോന്നിയില്ല. അതിനാൽ ഞാൻ ഇത് തൊടാതെ വിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഞാൻ ഇവിടുത്തെ മാധ്യമങ്ങളെയൊക്കെ ശ്രദ്ധിച്ചപ്പോൾ ഇതിനോട് സമാനമായിട്ടുള്ളൊരു വാർത്ത അവർ പറയേണ്ടതാണ്. പക്ഷേ ഒരു മാധ്യമം പോലും അതിനെപ്പറ്റി പറയുന്നില്ല. അതിനാൽ അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് എടുക്കാമെന്ന് വെച്ചത്. മറ്റൊന്നുമല്ല, 8 വർഷത്തിന് മുമ്പ് 2018 ആ സമയത്ത് മലയാളത്തിലെ ഒരു പ്രമുഖ നടൻ കാശിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് വിധേയനായിട്ട് നിന്നുകൊണ്ടായിരിക്കാം, ഇതേപോലെ ഇസ്ലാമിക അന്തരീക്ഷത്തിലെ ഒരു ഹലാൽ സംരംഭത്തിൻ്റെ പരസ്യം ചെയ്തു. അത് മറ്റൊന്നുമല്ല, ഫ്ലാറ്റ് സമുച്ചയത്തിനാണ്, ഹലാൽ ഫ്ലാറ്റ്. ആരാണെന്ന് മനസ്സിലായോ? പൃഥ്വിരാജ് അഥവാ സോഷ്യൽ മീഡിയ വീണ്ടും രാജപ്പൻ എന്ന് വിളിക്കുന്ന അതേ വ്യക്തി തന്നെയാണത് ചെയ്തത്. ഹലാൽ ഫ്ലാറ്റ്. അതന്ന് ആ ഫ്ലാറ്റിൻ്റെ പരസ്യം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ സംഘികൾ അതിനെ വിമർശിച്ചു സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ. പക്ഷേ ബാക്കി എല്ലാ സൈഡും കനത്ത നിശബ്ദതയായിരുന്നു. ആരും അത് തൊട്ടില്ല, ഒന്നും പറഞ്ഞില്ല. പക്ഷേ എന്തുകൊണ്ടോ പൃഥ്വിരാജിന് തോന്നി ഇത് പണി കിട്ടും എന്ന് തോന്നി. അയാളാണോ അതോ ഇനി ആ ഫ്ലാറ്റിൻ്റെ ഉടമസ്ഥരാണോ എന്നറിയില്ല, പെട്ടെന്ന് തന്നെ ആ പരസ്യം മാറ്റി. പക്ഷേ ഓർത്തു നോക്കുക, 2026 ഒരു ഹലാൽ ജിമ്മിൻ്റെ പരസ്യം അത് നടത്തുന്നവൻ തന്നെ പറഞ്ഞപ്പോൾ നാനാ വഴിയിൽ നിന്ന് അവന് വിമർശനം കിട്ടി. അവരുടെ കൂട്ടത്തിലുള്ളവർ തന്നെ, അതായത് ഞാൻ കുറേ വാർത്തയുടെ താഴത്തെ കമൻറ്റുകളും മറ്റും നോക്കിയപ്പോൾ ഒരുപാട് മുസ്ലിം നാമധാരികൾ ഇവന് ഭ്രാന്താണ്, ഇവൻ ഈ മതത്തിനെ, ഈ സമുദായത്തിനെ തന്നെ ചീത്ത കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെ ഇതും കൊണ്ട് വരുന്നത്, ഇതൊന്നും അനുവദിക്കാൻ പാടില്ല എന്ന തരത്തിൽ ചില പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ ഞാൻ കണ്ടു. പക്ഷേ 2018 അങ്ങനെയൊന്നും ഉണ്ടായിട്ടേ ഇല്ല. അങ്ങനെ ആ സൈഡിൽ നിന്ന് അതിനെ വിമർശിച്ചുകൊണ്ട് ആരും ഒന്നും പറഞ്ഞില്ല. ആകെ സംഖ്യകൾ മാത്രമാണ് അതിനെ വിമർശിച്ചത്. ആ സമയത്ത് ഈ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ആൾ ഇവിടെ വാര്യംകുന്നത്ത് അഹമ്മദ് ഹാജിയൊക്കെ മഹത്വവൽക്കരിക്കാൻ വേണ്ടി ഒരു സിനിമയൊക്കെ അനൗൺസ് ചെയ്തൊക്കെ നിൽക്കുന്ന സമയമായിരുന്നു. വാര്യംകുന്നത്ത് അഹമ്മദ് ഹാജി അതും വിവാദമായി, സംഖ്യകൾ തന്നെ വിവാദമാക്കി. ആ സിനിമ തന്നെ നടന്നില്ല. അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് എന്തിനും ഏതിനും മുന്നിട്ടിറങ്ങി നിന്ന് പൊരുതിക്കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു പൃഥ്വിരാജ് ആ സമയത്ത്. സേവ് ലക്ഷദ്വീപൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയുള്ള അയാളുടെ പോർവിളികളും മറ്റുമൊക്കെ. അങ്ങനെ ഈ ഇസ്ലാമിസ്റ്റുകളുടെ കൂടെ, തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ കൂടെ ഓരപ്പറ്റി നടക്കുന്ന ഒരു വ്യക്തിയാണ് പൃഥ്വിരാജ് എന്ന് ആളുകൾ പതുക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടിരുന്ന സമയമായിരുന്നു. അപ്പോൾ ആ സമയത്താണ് അയാൾ ഈ ഫ്ലാറ്റിൻ്റെ പരസ്യം കൊണ്ടുവന്നത്.
പക്ഷേ ഈ ഫ്ലാറ്റിൻ്റെ പരസ്യം അന്നങ്ങനെ ചെയ്തിരുന്നുവെന്നും ഇന്ന് ഈ 2026 ഒരു ഇസ്ലാമിക് അന്തരീക്ഷമുള്ള ഹലാൽ ജിമ്മിൻ്റെ ഒരു പരസ്യം അതിൻ്റെ ഉടമ തന്നെ ചെയ്തപ്പോൾ അവൻ ഏറിപ്പോയ സംഗതികൾ ഇവിടുത്തെ മാപ്രകളടക്കമുള്ളവർ വാർത്തയാക്കിയിട്ട് പോലും അവർ അറിയാതെ പോലും പരാമർശിച്ചില്ല ഈ ഹലാൽ ഫ്ലാറ്റിൻ്റെ കാര്യം. ഒരുപക്ഷെ അത് പൃഥ്വിരാജ് ആയതുകൊണ്ടായിരിക്കാം, അയാളെ കൊണ്ട് അവർക്ക് എന്തെങ്കിലും നേട്ടമുള്ളത് കൊണ്ടായിരിക്കാം, എന്തോ ആരും മിണ്ടിയില്ല. പക്ഷേ അതായിരുന്നു ആദ്യം പറയേണ്ടിയിരുന്നത്. 2018 അങ്ങനെ ഒരു സംരംഭം ഇവിടെ തുടക്കമിട്ടിരുന്നു. ഇപ്പോഴും ഉണ്ടോ എന്നറിയില്ല, ഒരുപക്ഷെ രഹസ്യമായിട്ടൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. എന്നാൽ ഇപ്പോൾ പരസ്യം ചെയ്യാൻ അവർ അതിനുള്ള ധൈര്യം കാണിക്കുന്നില്ല. ഇപ്പോൾ തന്നെ ഇതൊരു വ്യക്തി അല്ലെങ്കിൽ ഈ ദീനിയായിട്ടുള്ള യുവാവിനെ കാണുമ്പോൾ തന്നെ അറിയാം അവൻ എത്രമാത്രം കടുത്ത മതവിശ്വാസിയാണെന്ന്. കാരണം ആ വിശ്വാസത്തിൽ അനുശാസിക്കുന്ന രീതിയിലുള്ള താടിയും മീശയുമൊക്കെയാണ് അവൻ വെച്ചിരിക്കുന്നത്, പിന്നെ അവൻ്റെ സംസാരവും. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരുത്തനാണ് ഈ പരസ്യം ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരാൾ വെറും കാശിന് വേണ്ടി മാത്രം 2018 ഹലാൽ ഫ്ലാറ്റിന് വേണ്ടി പരസ്യം ചെയ്തിരുന്നു. അത് ഏതെങ്കിലും ഒരു മാപ്രകൾ പറയുമെന്ന് ഞാൻ നോക്കി, ഒരുത്തനും പറഞ്ഞില്ല. അതുകൊണ്ട് മാത്രം അതങ്ങനെ മറന്നു പോകാൻ പാടില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഈ വിഷയം കൊണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയത്. നമുക്ക് അതങ്ങനെ അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുന്നതല്ലല്ലോ.